അഡ്വക്കേറ്റ് മായദാസൻ, നമുക്കറിയാം ഇപ്പോൾ ഈ നടക്കുന്ന പിടിവലികളൊക്കെ, അധികാര പിടിവലികളൊക്കെ അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ലേ ശരിക്കും? തീർച്ചയായും. കാരണം ഈ കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത് സാധാരണക്കാരായ ജനങ്ങളാണ്. UDF-നെ അധികാരത്തിലേറ്റിയത് അവരുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം ഉണ്ടായിരുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ ആ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ചെറുതായിട്ടുള്ളൊരു മങ്ങലേറ്റു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം KSRTC-യിൽ അവർ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ വേണ്ടി KSRTC-യിൽ ആദ്യമായി ടിക്കറ്റുകളിൽ സ്ത്രീ പുരുഷൻ എന്ന് വ്യത്യസ്തമായി എഴുതുന്ന രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ. അപ്പോ കൃത്യമായ ഒരു അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് UDF കടന്നു വരികയാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ UDF LDF-നുണ്ടായ ദോഷങ്ങളെല്ലാം പരിഹരിക്കും എന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു UDF-നെയാണ് ചോദ്യം. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF പരാജയപ്പെടും. ഇപ്പോ നടക്കുന്ന ചെറിയ കൺഫ്യൂഷൻസ്, ആ കൺഫ്യൂഷൻസ് എല്ലാ കാലത്തും ഉള്ളതാണ് കോൺഗ്രസിൽ. CPM-ൽ വന്നാൽ എതിരാളികളെ കൊലകുത്തി എന്ന് പറഞ്ഞ് കൊല ചെയ്യുന്ന CPM-ന്റെ രാഷ്ട്രീയവും BJP-യുടെ ഒരു വർഷ വർഗീയ രാഷ്ട്രീയവും പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയാണ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. എവറി ടൈം ഗ്രൂപ്പ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്കൊന്നും പറയാനില്ല, അതിന്റെ പാർട്ടാണത്, കോൺഗ്രസിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ജനിക്കുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഉണ്ട്. കോൺഗ്രസ് ഒരിക്കലും CPM-ന്റെ മാതിരി ഏകമാനമായ ഏകശിലാരൂപമായ രീതിയിലല്ല അവരുടെ പ്രവർത്തനം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ജനങ്ങൾ തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല എന്നെങ്കിലും ചില നേരത്ത് തോന്നിപ്പോവാറുണ്ട്. ജനങ്ങൾ തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അതാണ് 1 കോടി ക്ലബിൽ അംഗമായി. ആലോചിക്കണം, കേരളത്തിൽ 3 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 1 കോടിയിലധികം ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്തു. സ്വാഭാവികമായും അത്രയും ജനങ്ങൾക്ക് UDF അധികാരത്തിൽ വരണമെന്നും UDF-ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നും ആഗ്രഹിച്ചു അവർ. അതിനാഗ്രഹിക്കാൻ എന്താണ് കാരണം? LDF-ന്റെ ദുർഭരണത്തിൽ നിന്നൊരു മോചനമാണ് അവർ ആഗ്രഹിച്ചത്. അപ്പൊ അത് സാധിക്കാതെ വരിക, പരസ്പരം തമ്മിലടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു മാനസിക വിഭ്രാന്തി, മാനസിക വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോ അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ശ്രീ TS മായദാസൻ, മറ്റൊരു സംശയം, അതായത് ഇപ്പൊ നമുക്കറിയാം ഇത്രയും നാള് പ്രതിപക്ഷത്തെ നയിച്ചത് ശ്രീ VD സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഇപ്പോൾ ഈ വിജയത്തിൽ ഇതുപോലെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നതിൽ ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹമല്ലാതെ മറ്റൊരു വ്യക്തി ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു തിരിച്ചടിയാൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? 2 കാര്യങ്ങളാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരാൾ മുഖ്യമന്ത്രിയാവാൻ MLA ആവണമെന്നൊന്നും നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാം. ആ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയാവാം. ഇവിടെ കേരളത്തിലെ ഒരു വലിയ ചോദ്യം, ജനങ്ങൾ മുഴുവൻ VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, തർക്കവുമില്ല. എല്ലാവരുടെ മനസ്സിലും VD സതീശൻ ആവണമെന്നുള്ളതുകൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2021-ൽ ശ്രീ രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം 2021-ലെ തെരഞ്ഞെടുപ്പ് നയിച്ച ആളാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണമായത് കോവിഡും അന്ന് വന്ന ഓക്കിയും വെള്ളപ്പൊക്കവും എല്ലാം അതിജീവിച്ച ഒരു രക്ഷകന്റെ റോള് പിണറായി എടുത്തുകൊണ്ടാണ്. പിന്നെ 1ാം പിണറായി മന്ത്രിസഭ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഉള്ള മന്ത്രിസഭയായിരുന്നു. 2ാം പിണറായി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ആകമാനം കള്ളന്മാരായിരുന്നു. അപ്പൊ 1ാം മന്ത്രിസഭ കഴിഞ്ഞപ്പോൾ തന്നെ UDF കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും രമേശ് ചെന്നിത്തല അധികാരത്തിൽ വരുമെന്ന് കരുതിയിരുന്നു. അതുണ്ടായില്ല. രമേശ് ചെന്നിത്തല നന്നായി പണിയെടുത്ത ഒരാളാണ്. സ്പ്രിംഗ്ലർ അഴിമതിയിൽ, കരിമണൽ ഖനനത്തിൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും അധികം പ്രതികരിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ആ പ്രതികരണങ്ങളെയെല്ലാം ഒരുപക്ഷെ പിന്നിലാക്കിക്കൊണ്ടാണ് അത്തവണ LDF അധികാരത്തിൽ വന്നത്. സ്വാഭാവികമായും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷേ VD സതീശനാണ് ഹൈക്കമാൻഡ് ചോയ്സ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ്. ഇത് ഹൈക്കമാൻഡ് ഒരു ചോയ്സ് ആണ്. ആര് വരുന്നു എന്നുള്ളത് ഹൈക്കമാൻഡ് ചോയ്സ് ആണ്. പോയിന്റ് 1. വളരെ പവർഫുൾ ആയ KC വരുമോ എന്നുള്ളത് കണ്ടു കാണുക, കാരണം വളരെ പവർഫുൾ ആണ് അദ്ദേഹം. ഇവിടെ വേറെ പ്രധാന പ്രശ്നം, അവിടെ നിന്ന് VD സതീശൻ ഈ
പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് സീറോയിൽ നിന്നായിരുന്നു. 2021 എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ ഒരുമിച്ച് നിർത്തി നിലപാടെടുത്ത് സ്ട്രോങ് ആവേണ്ടത് സ്ട്രോങ് ആയി, കർശനമായി പറയേണ്ടത് കർശനമായി, ജനങ്ങളോടും വളരെ കർശനമായ നിലപാടെടുത്തിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അത് എന്തുകൊണ്ടും ജനങ്ങൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം സംശയമില്ല. മൂന്നാൾക്കും ഈ മുഖ്യമന്ത്രി പദത്തിൽ പരിഗണിക്കപ്പെടുന്ന മൂന്നാൾക്കും തുല്യമായ അർഹതയാണുള്ളത്. കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അത് ക്ലെയിം വെക്കാൻ കഴിയും. അദ്ദേഹത്തിന് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പണം എത്തിക്കാനും വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനും ശ്രീ കെ.സി. വേണുഗോപാൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രണ്ടാമത്തേത് ബഹുമാനായ വി.ഡി. സതീശനാണ്. അദ്ദേഹമാണ് എല്ലാ സ്ഥലത്തും പട നയിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അർഹതയുണ്ട്. രമേശ് ചെന്നിത്തല സീനിയറാണ്, അദ്ദേഹത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് 3 പേർക്കും അർഹതയുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ വി.ഡി. സതീശനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്? സീനിയോറിറ്റി ആയിരിക്കുമോ, അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷത്തെ നയിച്ച ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? കോൺഗ്രസ് എനിക്ക് ഒരു സാധ്യത എനിക്ക് തോന്നുന്നു കെ.സി. മുഖ്യമന്ത്രിയാവാനും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും നല്ല വകുപ്പുകൾ, മികച്ച വകുപ്പുകൾ നൽകി കെ.സിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാവും, ആഭ്യന്തരമന്ത്രി ഉണ്ടാവും, മറ്റു രണ്ടുപേരും അവർ ആ രീതിയിൽ വളരെ ഉന്നതമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു മികച്ച മന്ത്രിസഭ ഈ കേരളത്തിൽ അധികാരത്തിൽ വരും കെ.സിയുടെ നേതൃത്വത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്.